ചെറിയച്ഛനൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വലിഞ്ഞു കയറി വന്നവളല്ലേ വിദ്യ ചെറിയമ്മ. അപ്പൊ ഒഴിഞ്ഞു പോകേണ്ടത് അവര് തന്നെ. അതത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടന്നേ തീരൂ. വിദ്യ ചെറിയമ്മയെ വീട്ടിൽ കൊണ്ടുവിട്ടില്ലെങ്കിൽ ചെറിയച്ഛൻ അകത്തു പോകും. ഇത് വകുപ്പ് വേറെയാ. ചെറിയമ്മ കുറച്ചുകൂടി ധൈര്യം കാണിക്കണം. ചെറിയമ്മയുടെ ജീവിതം വെച്ചുള്ള കളിയായത്. ഒരു സസ്പെൻഷൻ കൊണ്ട് ചെറിയച്ഛൻ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. വിദ്യ ചെറിയമ്മ ഇവിടുന്ന് പറത്താൻ ചെറിയമ്മയ്ക്ക് കിട്ടിയ നല്ലൊരു അവസരം ഇത്. ചെറിയമ്മയുടെ വാക്കിന് പുറത്താവും ചെറിയച്ഛന്റെ ഇനിയുള്ള ഭാവി. ചെറിയമ്മ വരച്ച വരയിൽ ചെറിയച്ഛൻ നിൽക്കും. അതിന് വേണ്ടത് കുറച്ച് ധൈര്യമാണ്. ഇപ്പൊ ഭയന്ന് പിന്നോട്ട് പോയാ ചെറിയമ്മയ്ക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സന്ദർഭത്തിനൊത്ത് ഉയരണം. ചെറിയമ്മ ധൈര്യമായിട്ടിരിക്കെ, പിന്നിൽ ഞാനുണ്ട്. അപ്പൊ അവൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇനി അവനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആപത്താ. നാളെ തന്നെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. സുഗുണേട്ടൻ അമ്മയോട് അത് കർശനമായിട്ട് പറഞ്ഞേ തീരൂ. അമ്മയുടെ മുന്നിലോട്ടങ്ങ് ചെന്നാ മതി, ചെവി കുറുകെ കേൾക്കാം. അവന്റെ 10 കാശ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിരിക്കുക അമ്മ. അവനെ ഇവിടെ പിടിച്ചു നിർത്തിയാലേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവും. നീ എന്നാ പൊടി, നിന്നെ ഇവിടെ ആര് പിടിച്ചു നിർത്തിയിരിക്കുന്നു? നീ ഒറ്റ ഒരുത്തി കാരണം എന്റെ പണി പോയത്. ഇത്രേ ഉള്ളൂ സുഗുണേട്ടന്റെ സ്നേഹം. സ്നേഹം മാങ്ങാത്തൊലി. ഒരേ കത്തുമ്പോഴ അവളുടെ വീണ വായന. അവനെനിക്ക് ചാടിച്ചേ തീരൂ. അതിനു മുമ്പ് രൂപ 10 ലക്ഷം തട്ടിയെടുക്കണം. തൽക്കാലം നമ്മൾ ഒന്നും അറിഞ്ഞായിട്ട് ഭാവിക്കരുത്. പഴയതുപോലെ സ്നേഹത്തിൽ പെരുമാറണം. അമ്മയിലൊരു വിശ്വാസം ഉണ്ടാക്കി അവനെ പറത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എങ്ങനെ? അവനും അശ്വതിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് തെളിയിച്ചു കൊടുത്താ പോരെ? ഇല്ലാത്തൊരു ബന്ധം എങ്ങനെ സ്ഥാപിച്ചെടുക്കുന്ന നീ പറയുന്നത്? അത് സുഗുണേട്ടൻ എനിക്ക് വിട്ടു തന്നേക്ക്. ഒരു വെടിക്ക് 2 പക്ഷിയാ വീഴാൻ പോകുന്നത്. അവനും അവളും ഈ വീട്ടിൽ നിന്ന് പുറത്താവും. വിഷ്ണുവുമായി അവൾക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് പുറത്തായ സുഗുണേട്ടന്റെ മുമ്പിൽ പിന്നീട് അശ്വതി വരില്ല. അവൾ വന്ന വഴിക്ക് തന്നെ പൊയ്ക്കോളൂ. അത് നടന്നു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയല്ലേ? എങ്കിൽ നിന്നെ ഞാൻ സമ്മതിച്ചു. കടം വാങ്ങിയ രൂപ തിരിച്ചു ചോദിക്കാൻ കൂടി അവൻ വരില്ല. പൊളിച്ചെടുക്കും അവനെ. ചെറിയച്ഛൻ വന്നോ? ചെറിയച്ഛന് സസ്പെൻഷൻ കിട്ടിയെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോഴത്തെ പ്രശ്നം എന്താ ചെറിയച്ഛ? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവന്റെ ഒരു അഭിനയം കണ്ടില്ലേ? വല്ല ചോട്ട രാഷ്ട്രീയക്കാരെയും പണക്കിയതാണോ? അങ്ങനെ ഒരു തലതിരിഞ്ഞവനൊരു പണി തന്നതാ. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഞാൻ SP സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. 2 ദിവസത്തിനുള്ളിൽ സസ്പെൻഷനൊക്കെ പിൻവലിക്കും. രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഈ സസ്പെൻഷൻ 1 ആഴ്ച നീണ്ടാലും അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതും. അതെന്താ? പുരപ്പണിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അത് ശരിയാ. എപ്പോ തുടങ്ങും? ചെറിയച്ഛൻ ഇപ്പൊ കിട്ടിയ ടൈം പാഴാക്കരുത്. ഞാനൊന്ന് ആലോചിച്ചു. നമ്മള് നേരിട്ട് പുരപ്പണിക്ക് ഇറങ്ങിയ വലിയ മെനക്കേടാ. കമ്പി, സിമന്റ്, മണൽ എന്നൊക്കെ പറഞ്ഞ് ദിവസവും ഓടി നടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അത് ശരിയാ. എന്താ വർക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിച്ചാ പോരെ? അവര് പറഞ്ഞ ഡേറ്റിന് ചെറിയച്ഛനും ചെറുമയ്ക്ക് അവിടെ കയറി താമസിക്കാം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പിന്നെ ഞങ്ങൾ 2 പേരും മാത്രമല്ല, നീയും അമ്മയും കൂടെ ഉണ്ടാവും. അത് ശരിയാ. പിന്നെ നല്ലൊരു കൺസ്ട്രക്ഷൻ കമ്പനി എന്നെ സമീപിച്ചിട്ടുണ്ട്. ചെറിയച്ഛന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അവരെ ഏൽപ്പിക്കേ. ഞാൻ അത് തന്നെ ഉറപ്പിച്ചു. ഇന്ന് എഗ്രിമെന്റ് വെക്കണം. അഡ്വാൻസായി ഒരു 20 ലക്ഷം അവർക്ക് കൊടുക്കണം. അഡ്വാൻസ് കൊടുക്കാതെ ആരും പണിയേറ്റെടുക്കില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ലോൺ ശരിയായി വരാൻ ഒരു 6 മാസം താമസമുണ്ട്. വിഷ്ണു ഒരു വാക്ക് തന്നുകൊണ്ടാ ഞാൻ കരാർ ഉറപ്പിച്ചേ.
ഞാനങ്ങനെ വാക്കൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയച്ഛൻ പണി തുടങ്ങ്, നോക്കാന്നല്ലേ പറഞ്ഞത്. 10 ലക്ഷം രൂപ രൊക്കമായിട്ട് തരുന്നത് എങ്ങനെയാ? പിന്നെ ചെറിയമ്മ കൂടെയുള്ളതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഭാര്യയുടെ പറമ്പിൽ വീട് വയ്ക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഭാര്യയുമായി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഭർത്താവ് തലയും കുമ്പിട്ട് ഇറങ്ങി പോകേണ്ടി വരില്ലേ? ചെറിയച്ഛൻ 5 സെന്റ് ഭൂമി വാങ്ങി അതിലൊരു വീട് വെക്കാൻ നോക്കാം. അതല്ലേ ഒരു ആണത്തം. നീ എന്നെ ആണത്തൊന്നും പഠിപ്പിക്കൊന്നും വേണ്ട. അയ്യോ, ചെറിയച്ഛനെ ആണത്തം പഠിപ്പിക്കാൻ ഞാനാരാ? കാശ് കടന്നു തരാൻ പറ്റുമെങ്കിൽ പറ. 6 മാസത്തിനുള്ളിൽ പലിശ സഹിതം ഞാൻ തിരിച്ചു തരും. ചെറിയമ്മയുടെ പറമ്പിലെ വീട് പണിക്ക് ഞാനൊന്നും തരില്ല. എനിക്ക് അവിടുത്തെ താമസവും വേണ്ട. 10 ലക്ഷം രൂപ ചെറിയച്ഛൻ്റെ കയ്യിൽ സ്വന്തമായിട്ടില്ലേ? ഇനി അത് ചെറിയമ്മയുടെ അല്ലല്ലോ. സ്വന്തം പണമാണെങ്കിൽ ചെറിയച്ഛൻ എവിടെയെങ്കിലും 5 സെന്റ് ഭൂമി വാങ്ങുക. പറഞ്ഞ കാശ് ഞാൻ അപ്പം തരാം. എന്റെ പട്ടിക്ക് വേണം നിന്റെ കാശ്. സുഗുണമെന്ന് കഴിഞ്ഞൊടിച്ചാലേ എത്ര ലക്ഷം വേണമെങ്കിലും എന്റെ മുന്നിൽ വരും. കിട്ടുമെന്ന് എനിക്കറിയാം. ചെറിയച്ഛൻ കാശുണ്ടാക്കാൻ ഒരു പുലിയല്ലേ. എന്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശാത്. അത് ഏതെങ്കിലും ഒരുത്തിയുടെ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടാനുള്ളതല്ല. എനിക്കെല്ലാം അറിയാം ചെറിയച്ഛ. ചെറിയച്ഛൻ എന്തിനാ സസ്പെൻഷനിലായതെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ചെറിയച്ഛൻ ഇനി പണി തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. നീ ഇനി അധികകാലം ഇവിടെ ഉണ്ടാവില്ലടാ. അങ്ങനെ ഇവിടെ അധികകാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. ഓ, കൃഷ്ണേട്ടൻ ഭയക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഈ വിഷയത്തിലുണ്ടാവില്ല. നീ എന്നെ പൊട്ടനാക്കാണ്. ഭയക്കേണ്ട വിഷയമൊന്നും ഇല്ല പോലും. അവൻ ഈ വീട്ടിൽ കയറി വരാൻ ധൈര്യം കാണിച്ചില്ല. അതിൽ കൂടുതൽ എന്ത് വേണം? ഞാൻ പറഞ്ഞ എന്താണെന്ന് അവന് മനസ്സിലായി കാണും. ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നതെന്ന് അവനെ മനസ്സിലാക്കാനും പറ്റും. അവന്റെ സമീപനം എങ്ങനെ? വെല്ലുവിളിയാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നും ഉണ്ടായില്ല. പക്ഷേ കാഴ്ചയിലെ പോലെ നിഷ്കളങ്കനൊന്നുമല്ല അവൻ. അവന് പ്രിയയിൽ എന്തോ അധികാരമുണ്ട്. എൻ്റെ ഭയം മറ്റൊന്നാണ്. ഉണ്ണിമോളെ കരുതി മാത്രമാണ് പ്രിയ ഇങ്ങോട്ട് വന്നത്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് മോളെ എടുത്തോണ്ട് പോയത് ഓർക്കുന്നുണ്ടല്ലോ. ഇനിയും അങ്ങനെ ഒരു ശ്രമം നടത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കൃഷ്ണേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? അത് ഇനിയും മനസ്സിലായില്ലേ? മോളുമായിട്ട് സുപ്രിയ അവൻ്റെ കൂടെ പോയാലോ? നമുക്കെന്ത് ചെയ്യാനാവും? ഇപ്പൊ മോളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും വിളിച്ചോണ്ട് വരുന്നതും ഒക്കെ പ്രിയയാ. ഇപ്പൊ അവള് പോയിരിക്കുന്നത് മോളെ കൂട്ടിക്കൊണ്ടുവരാനാ. അവളും ശബരിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല. നിന്നെ കാണുന്നതിനും എത്രയോ വർഷം മുമ്പ് അവള് പരിചയപ്പെട്ടതാ അവനെ. മോളെയും കൊണ്ട് ബാംഗ്ലൂർക്ക് പോകാൻ പ്രിയ തിടുക്കം കാണിച്ചതും അവനോടൊപ്പം ജീവിക്കാനാ. ഭയക്കാനൊന്നുമില്ലെന്ന് നീ പറയുമ്പോഴും എന്റെ ഭയം ഇതൊക്കെ ഓർത്താ. പ്രിയയെ ഞാൻ ഈ ജന്മം വിശ്വസിക്കും. അവൾ നമ്മളെ ചതിക്കും. ഉണ്ണിമോളുമായിട്ട് സ്ഥലം വിടുമെന്ന് ഈ എൻ്റെ മനസ്സ് പറയുന്നു. ഇല്ല കൃഷ്ണേട്ടാ, പഴയ പ്രിയയല്ല എന്നവള്. ഇതൊക്കെ തോന്നലുകളാണ് മോനെ. പെണ്ണിൻ്റെ മനസ്സ് കണ്ട ആരുമില്ല. ഇനി നമുക്കൊരു തിരിച്ചടി സംഭവിച്ചുകൂടാ. പ്രിയയുടെ ഓരോ നീക്കവും നീ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളാവും. ഉണ്ണിമോളെ നഷ്ടപ്പെട്ട പിന്നെ നീ ഉണ്ടാവില്ലെന്ന് കൃഷ്ണേട്ടനറിയാം. നീ അവളോട് സംസാരിക്കണം. ഇതിനി ഒളിച്ചു വയ്ക്കാൻ പാടില്ല. അവക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ കേൾക്കട്ടെ. അവന്റെ കൂടെ പോവാനായിട്ട് അവക്കൊരു മനസ്സുണ്ടെങ്കിൽ പോയിക്കോട്ടെ. കൃഷ്ണേട്ടാ, അങ്ങനെ കരുതണം. കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരവാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കണ്ണി കണ്ടത് മാത്രമേ വിശ്വസിക്കാവൂ. അല്ലാത്തത് ഒന്നിനെയും വിശ്വസിക്കരുത്.
സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നീ വാക്ക് മാറിയല്ലേടാ? മുത്തശ്ശി കാര്യം അറിയാതെ ഒച്ച വെക്കരുത്. ചെറിയച്ഛൻ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന എവിടെയാ? വിദ്യയുടെ പറമ്പില്. ഇപ്പോഴത്തെ അധികാരത്തിൽ മുത്തശ്ശിക്ക് അവിടെ കഴിയാൻ പറ്റും തോന്നുന്നുണ്ടോ? എന്താ കഴിഞ്ഞാല്? വിദ്യ ചെറിയമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും മുത്തശ്ശി പറഞ്ഞാ അപ്പ മുത്തശ്ശി പുറത്താവും. പിന്നെ അതിനത്തിരി പുളിക്കും. പുളിക്കാനൊന്നുമില്ല മുത്തശ്ശി. ഒന്നാമത് ചെറിയച്ഛൻ വിദ്യ ചെറിയമ്മയെ വിവാഹം കഴിച്ചത് നിയമപരമായിട്ടല്ല. നാളെ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെറിയച്ഛൻ അവിടെ താമസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ കാണുന്ന പോലെ ഒന്നല്ല ചെറിയമ്മ. വീട് സ്വന്തമാണെന്ന് അറിഞ്ഞാൽ അപ്പ ഭരണം തുടങ്ങും. മുത്തശ്ശിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുക. ഒരു മൂലയിൽ അടിച്ചിരുത്തും. വിദ്യ ചെറിയമ്മ അശു ചെറിയമ്മ പോലെയൊന്നും അല്ല. നാളെ ഇതുവരെയായിട്ടും മുത്തശ്ശിക്ക് സുഖമാണെന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാം. ആഹാരം വേണമെങ്കിൽ പണിയെടുക്കാൻ പറയും. ഇക്കണ്ട കാലം അത്രയും വാടക വീട്ടിൽ കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീട് മോഹിച്ചു പോയത് തെറ്റാണോ? വീട് മാത്രം മതി മുത്തശ്ശിക്ക്. സ്വന്തമെന്ന് പറയാൻ ഒരുപിടി മണ്ണ് വേണ്ടേ? അതൊക്കെ സ്വപ്നം കാണാനല്ലേടാ എനിക്ക് കഴിയൂ. സ്വപ്നമൊന്നുമല്ല, അത് നടക്കും. ഞാൻ ഈ വീടിന്റെ ഓണറെ കണ്ടു. അയാൾക്കൊരു പാർട്ടി വന്നാ ഇത് കൊടുക്കാൻ മനസ്സുണ്ട്. അതിന് പണം വേണ്ടേടാ. നീ വാങ്ങോ? ഞാൻ വാങ്ങും. 10 സെന്റും ഈ വീടും. നീ സത്യം പറയുവാണോടാ? അതെ. പക്ഷേ ഞാനിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പേരിലല്ല. പിന്നെ എന്റെ മുത്തശ്ശിയുടെ പേരില്. എടാ മോനെ നീ. അതെ മുത്തശ്ശി. മുത്തശ്ശിയുടെ പേരിൽ സ്വന്തമായൊരു വീടും ഇത്തിരി മണ്ണും. എന്റെ അച്ഛന് വേണ്ടി എനിക്കത് ചെയ്യണ്ടേ? എടാ മോനെ. പിന്നെ ഞാനൊരു വിവരം പറഞ്ഞാൽ അത് അമ്മയുടെ മനസ്സിൽ തന്നെ ഇരിക്കണം. ഈ വീട്ടിൽ മറ്റൊരാളത് അറിയാനും പാടില്ല. ഭയന്നിട്ട് മല്ലിയോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. കാര്യം പറയൂ മഹേന്ദ്ര. അഞ്ജലിയെ രക്ഷിച്ചത് മറ്റാരുമല്ല, പ്രതാപനാ. ഉപേന്ദ്ര, അതേ അമ്മേ. നീ എന്താ ഇത്ര ഉറപ്പായിട്ട് അവന്റെ പേര് പറയുന്നേ? ഓരോ നീക്കങ്ങളും അവൻ അപ്പോ അറിയുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാ? യമുന പോലും അതറിയുന്നത് അവരിവിടെ ഒന്ന് പോകുമ്പോഴാ. യമുന വഴിയല്ല അവൻ അറിഞ്ഞത്. ഉദയനോട് ഞാൻ സംസാരിച്ചിരുന്നു. സംസാരിക്കുന്ന കൂട്ടത്തിൽ അതവൻ പ്രതാപനോട് പറഞ്ഞു. പക്ഷേ എങ്ങനെയോ അതിനു മുമ്പ് പ്രതാപൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എങ്കിൽ തന്നെ അവൻ അതിന് തുനിയൊന്നും നീ കരുതുന്നുണ്ടോ? ഈ കുടുംബത്തിന് ഒരു ദ്രോഹം വരാൻ അവൻ ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവൾ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കുന്നത് ഒരു ദ്രോഹമല്ലല്ലോ. പിന്നെ അവനെ ഭയന്നിട്ട അവളെ തീർത്തുകളെ നമ്മൾ തിടുക്കം കാട്ടുന്നതെന്ന് പ്രതാപൻ അറിയാം. അവനെ ഒളിപ്പിച്ചു വെച്ചുള്ള നീക്കം കൂടെ ആയപ്പോ തന്റെ മിടുക്ക് അവനും കാണിച്ചു. ഇപ്പൊ ഉള്ളി ചിരിക്കുകയാവും. ബാലരാമന്റെ മനസ്സിലും ഇങ്ങനൊരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. സാഹചര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് പ്രതാപന്റെ നേർക്ക് തന്നെയാണ്. ഒന്നും അറിയാത്ത മട്ടിൽ അവൻ നമ്മളെയൊക്കെ വിഡ്ഢിയാക്കുകയാണ്. ഈ വിവരം ഒരു കാരണവശാലും അമ്മ അവനോട് ചോദിക്കരുത്. പക്ഷേ അവനെ ആ പെണ്ണിനെയും കൂട്ടിച്ചേർത്ത് ഇനിയൊരു സംസാരം അത് വീട്ടിലുണ്ടാവരുത്. അവിടം കൊണ്ട് തീരുവോ? പ്രശ്നങ്ങൾ കൂടുതൽ അപകടത്തിലേക്കല്ലേ നീങ്ങുന്നത്? ഓ, എനിക്കിപ്പോ ഭയമാ തോന്നുന്നത്. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഒന്നിൽ പഠിച്ചാൽ മൂന്നിലെന്നാ ചൊല്ല്. കാപ്പി പോലും കുടിക്കാതെ നീ രാവിലെ എവിടേക്കാടാ പോയത്? ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാ മുത്തശ്ശി പോയത്. ഐശ്വര്യമായിട്ട് മുത്തശ്ശി ഇത് വാങ്ങി. എന്താടാ? ഒന്ന് തുറന്നു നോക്ക്.
ഇതൊരു പ്രമാണത്തിന്റെ ഫോട്ടോ കോപ്പി അല്ലേ? ഒറിജിനൽ കോപ്പി പിന്നാലെ മുത്തശ്ശിയുടെ കയ്യിലെത്തും. ഇതിലെന്തോന്നാ മോനെ എഴുതിയിരിക്കുന്നത്? ഈ വീടിന്റെയും 10 സെന്റ് ഭൂമിയുടെ ആധാരം അത് മുത്തശ്ശിയുടെ പേരില്. എന്റെ പൊന്നു മോനെ, നീ പറഞ്ഞപ്പോ അതുപോലെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലടാ. എന്റെ കണ്ണടഞ്ഞ അടക്കം ചെയ്യാൻ ഒരു പിടി മണ്ണ് സ്വന്തമായി. ഞാൻ വിളിക്കാം. ഓക്കെ. പ്രതാപനും നിന്നെ. എന്താ അമ്മേ? നിന്നോട് ചോദിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്. പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും കാര്യങ്ങൾ കൈവിട്ടു പോവുക. ഉപേന്ദ്രൻ നിന്നോട് ചോദിക്കാൻ മടിയുണ്ട്. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ അമ്മയുടെ അടുത്ത് കള്ളം പറയില്ല. എനിക്കതറിയാം. അമ്മയുടെ മനസ്സിലിരുന്ന് വീർപ്പൂട്ടുന്നത് എന്താണെന്ന് എനിക്കറിയാം. അഞ്ജലി ആ റിസോർട്ടിൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ് എന്നല്ലേ? ശരിയല്ലേ അമ്മേ? അതെ. ഉപേന്ദ്രനും ബാലരാമനും സംശയം മാത്രമല്ല, അവരങ്ങനെ വിശ്വസിക്കുന്നു. ചെറിയൊരു സംശയം ഞാൻ ചോദിക്കട്ടെ. അഞ്ജലിയും സുധിയും ആ റിസോർട്ടിൽ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു? എന്നെ മറച്ചു വെച്ച് നടത്തിയൊരു നീക്കമല്ലേ അത്? നിന്നെ അവര് മറച്ചു വെച്ചെന്നുള്ളത് നേരാ. പക്ഷെ കാര്യങ്ങൾ നീ അറിയുന്നുണ്ടായിരുന്നു. അമ്മ, അത് എന്റെ മിടുക്ക്. ഈ വീട്ടിലൊരു ചലനം ഉണ്ടായാൽ അത് ഞാൻ അറിയും. എന്തിനവർ അതിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു? അതിനുള്ള മറുപടി പറയാനില്ലാത്തതുകൊണ്ടാ ഏട്ട എന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. എനിക്ക് അഞ്ജലിയോട് എന്തോ താല്പര്യമുണ്ടെന്നാ ഇവിടെയുള്ളവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. എന്തിനങ്ങനെ അല്ലെന്ന് പറയണം? എന്നിട്ട് എന്തായി? തോറ്റ് നാണം കെട്ടില്ലേ? ആ പെണ്ണിന്റെ ജീവൻ എടുക്കാൻ ഫ്ലൈറ്റിലൊക്കെ ആളെ ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പ്രതാപനെ ഏൽപ്പിക്ക്, ഞാനത് ചെയ്തു തരും. പക്ഷേ ഇനി അതിന് ഞാനില്ല. മുന്നിട്ടിറങ്ങിയവര് തന്നെ ചെയ്ത് കാണിക്കട്ടെ. എനിക്കറിയേണ്ടത് നീയാണോ അവളെ രക്ഷപ്പെടുത്തിയെന്നാ? അല്ല, ഏട്ടന്റെ തീരുമാനം എന്തായാലും ഞാൻ അതിനൊരിക്കലും തുരങ്കം വെക്കില്ല. അമ്മയ്ക്ക് ഈ മോനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം പറയാം. അഞ്ജലിയെ രക്ഷപ്പെടുത്തിയത് ഞാനല്ല. അഞ്ജലി, നിന്നെയും പ്രതാപനെയും ചേർത്ത് കേൾക്കാൻ പാടില്ലാത്ത കഥകളാ ഇവിടെ കേൾക്കുന്നത്. പലതവണ കേട്ടിട്ടും ഞാൻ ഇതുവരെ നിന്നോട് ഈ കാര്യം ചോദിച്ചിട്ടില്ല. എന്ത് കഥ കേട്ടെന്ന് അമ്മ ഈ പറയുന്നത്? അത് ഞാൻ എങ്ങനെയാ നിന്റെ മുഖത്ത് നോക്കി പറയുന്നത്? പ്രതാപേട്ടനെ ഞാൻ എന്റെ ഏട്ടന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. സുധിയേട്ടന്റെ ഏട്ടൻ എന്റെയും ഏട്ടനാ. അമ്മ മനസ്സിൽ വെക്കാതെ എന്നോട് ചോദിച്ചത് നന്നായി. സ്വന്തം ഏട്ടനെ ചേർത്ത് ആരെങ്കിലും അപവാദം പറഞ്ഞ ഒരു പെങ്ങള് സഹിക്കൂ? നിന്നെ ആരോ കൊന്നുകളയാൻ വന്നപ്പോ രക്ഷപ്പെടുത്തിയത് പ്രതാപനാണെന്ന് കേൾക്കുന്നല്ലോ. അങ്ങനെ ഒരു മനസ്സ് പ്രതാപേട്ടനുണ്ടെങ്കിൽ അതൊരു അനിയത്തിയോടുള്ള കടമയല്ലേ? അനിയന്റെ ഭാര്യയ്ക്ക് ഒരു അപകടം വന്ന ഏട്ടൻ സഹായിക്കുന്നതിൽ എന്താ തെറ്റ്? പ്രതാപേട്ടനെ അഭിനന്ദിക്കുകയല്ലേ അമ്മേ വേണ്ടത്? അതിന്റെ പേരിൽ ഏട്ടനെ സംശയിക്കുകയാണോ വേണ്ടത്? ഇവിടെയുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതൊരു തെറ്റാണെന്ന് ആരും പറയുന്നില്ല. നീ അവനെ വിളിച്ച് വിവരം പറഞ്ഞോന്നാ ഞാൻ ചോദിക്കുന്നത്. വാതിലിൽ ആരോ തട്ടിയപ്പോ ഞാൻ സുധിയേട്ടനെ വിളിക്കാൻ ശ്രമിച്ചു. പിന്നീട് ഒച്ചയൊന്നും ഉണ്ടായില്ല. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, സഹായത്തിന് ഞാൻ ആരെയും വിളിച്ചില്ല. പ്രതാപേട്ടന്റെ ഫോൺ നമ്പർ പോലും എനിക്കറിയില്ല. പ്രതാപൻ അവസരം കിട്ടുമ്പോൾ നിന്നോട് സംസാരിക്കാൻ വരാറുണ്ടോ? 1-2 വട്ടം സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് നേരാ. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പിന്നെ സുധീം പ്രതാപനും നിന്നെ ചൊല്ലി വഴക്കുണ്ടാക്കിയതോ? എനിക്കത് അറിയില്ല. ചേട്ടനനിയന്മാരെ തമ്മിലടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പ്രതാപേട്ടൻ എന്തെങ്കിലും പറഞ്ഞാ അതൊരു അനിയത്തിയോട് സംസാരിക്കുന്ന മനസ്സോടെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഒരു കാര്യം കൂടി വ്യക്തമായി. എന്റെ മരണം നമ്പാട്ടമ്മയെ ആഗ്രഹിച്ചു തുടങ്ങിയെന്ന്.
മറയുന്നതും മിഴികളിൽ നിറയുന്നതും വർണ്ണമൂക വിഷാദമായി